പ്രിയ വിദ്യാർത്ഥികളെ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നെടുക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്ക് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. ഇഫ് എ ഈക്വൽ ടു ദ സെറ്റ് എ ഈക്വൽ ടു 1, 2, 3, 4 ആൻഡ് ബി ഈക്വൽ ടു 3, 4, 5, 6 then എ യൂണിയൻ ബി. നമുക്കറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഓപ്പറേഷൻ ഓൺ എ സെറ്റ്, യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ കോംപ്ലിമെൻറ്റ്, ദറ്റ് ഈസ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ദറ്റ് ഈക്വൽ ടു ദ സെറ്റ് കണ്ടെയ്നിങ് 1, 2, 3, 4 നെക്സ്റ്റ് 5, 6. എന്താണ് എ യൂണിയൻ ബിൻ്റെ പ്രത്യേകത? A union B equal to the set of all x such that x belongs to A or x belongs to B. ഏതെങ്കിലും ഒരു സെറ്റിൽ എലമെൻ്റ് ഉണ്ടെങ്കിൽ, ദറ്റ് ഈസ് എ യൂണിയൻ ബിയിൽ എക്സ് ഉണ്ടെങ്കിൽ എക്സ് എയിലുണ്ടായിരിക്കും അല്ലെങ്കിൽ ബിയിലുണ്ടായിരിക്കും. അപ്പോൾ എ യൂണിയൻ ബിയിൽ എയിലുള്ള എല്ലാ എലമെൻസിനെയും ബിയിലുള്ള എല്ലാ എലമെൻസിനെയും എഴുതണം. ഓക്കെ, ഒരു സെറ്റിൻ്റെ അകത്ത് റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് മീനിങ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് 1, 2, 3, 4 വീണ്ടും ഇവിടെ 3, 4 എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് ഒരു പ്രാവശ്യമേ കൊണ്ടിയുള്ളൂ. ദറ്റ് ഈസ് 1, 2, 3, 4 നെക്സ്റ്റ് 5, 6. ഓൾറെഡി ഇത് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ദറ്റ് ഈസ് എ യൂണിയൻ ബി പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി? എ ഇൻ്റർസെക്ഷൻ ബി that equal to set of all x such that x belongs to A and x belongs to B. അഥവാ എക്സ് എയിലും ബിയിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇൻ്റർസെക്ഷനിൽ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി. എന്തായിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ദറ്റ് ഈസ് 1, 2, 5, 6. ഇത് രണ്ടും ഈ ഓരോ സെറ്റിലേ ഉള്ളൂ. പക്ഷേ 3, 4 രണ്ട് സെറ്റിലുണ്ട്. ദറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ദ സെറ്റ് കണ്ടെയ്നിങ് 3, 4. ഓക്കെ, ഇനി നമ്പർ ഓഫ് എ യൂണിയൻ ബി. നമ്പർ ഓഫ് എ യൂണിയൻ ബി ദറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി. ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ സം ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ് അല്ലേ? നമ്പർ ഓഫ് എ യൂണിയൻ ബി, എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് 1, 2, 3, 4, 5, 6. പക്ഷേ നമ്പർ ഓഫ് എയിൽ 4 എലമെൻ്റ് ഉണ്ട്, നമ്പർ ഓഫ് ബിയിൽ 4 എലമെൻ്റ് ഉണ്ട്. ദറ്റ് ഈസ് 4 + 4 8 ആയിരിക്കും. പക്ഷേ ഇത് 6 ആയിരിക്കും. എന്താ മിസ്റ്റേക്ക് വന്നുള്ളത്? എവിടെയാണ് എറർ? ഇതിലുള്ള കോമൺ എലമെൻറ്റ്സിന് നമ്മൾ 2 പ്രാവശ്യം കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3, 4, ഇവിടെയും 3, 4. അപ്പോൾ ഈ നമ്പർ ഓഫ് എയിൽ 4 എലമെൻറ്റിൽ ഈ 3, 4 ഇൻക്ലൂഡ് ചെയ്തു. നമ്പർ ഓഫ് നമ്പർ ഓഫ് ബിയിൽ വീണ്ടും ഈ 3, 4 ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കോമൺ എലമെൻറ്റ്സ് 2 പ്രാവശ്യം കൗണ്ട് ചെയ്തത് അതിലെ 1 മൈനസ് ചെയ്യണം അല്ലേ? ദറ്റ് ഈസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ചെക്ക് ചെയ്യാം. ദറ്റ് ഈസ് നമ്പർ ഓഫ് എ ഈക്വൽ ടു 4 പ്ലസ് നമ്പർ ഓഫ് ബി ഈക്വൽ ടു 4 മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദറ്റ് ഈസ് ഈക്വൽ ടു 6 അല്ലേ? ദറ്റ്സ് ഈക്വൽ ടു 6. ഇതുപോലെ 3 സെറ്റാണെങ്കിൽ ഓക്കെ, ഇതിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? എ എന്നുള്ള സെറ്റ്, അതുപോലെ തന്നെ ബി എന്നുള്ള സെറ്റ് ഇതാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. രണ്ടിലും കോമൺ എലമെൻറ്റ്സ് അല്ലേ? ദറ്റ് ഈസ് എ ബി. ഇതുപോലെ 3 സെറ്റ് എടുക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് എ ഈക്വൽ ടു 1, 2, 3, 4, ബി ഈക്വൽ ടു 1, 3, 5, നെക്സ്റ്റ് സി ഈക്വൽ ടു 2, 4, 6. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്പർ ഓഫ് എ യൂണിയൻ ബി? നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ദാറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് number of B plus a number of C
നെക്സ്റ്റ് മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, ഇതാണ് റിലേഷൻ. ദറ്റ് ഈസ് നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് സി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി number of B intersection C minus number of A intersection C plus number of A intersection B intersection C. ഓക്കെ, ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെ ആയിരിക്കും? ദറ്റ് ഈസ് 3 സെറ്റ് എ ബി സി. ദറ്റ് ഈസ് എ ബി സി. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി ഇത്രയും ടേം വരും അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? എയും ബിയും ജോയിൻ ചെയ്യുന്ന സ്ഥലം, അതാണ് എ ഇൻ്റർസെക്ഷൻ ബി. നെക്സ്റ്റ് എ ഇൻ്റർസെക്ഷൻ സി ഈ ഒരു ഭാഗം വരും, ഈ ഒരു ഭാഗം. ഓക്കെ, നെക്സ്റ്റ് ബി ഇൻ്റർസെക്ഷൻ സി ഈ ഒരു ഭാഗം വരും. നെക്സ്റ്റ് ഈ ഒരു സെൻട്രൽ പോർഷനോ അത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 സെറ്റ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് സി മൈനസ് ഈ രണ്ടെണ്ണത്തിൻ്റെയും എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യുന്ന എലമെൻറ്റ്സ് അത് മൈനസ് ചെയ്യണം. ദറ്റ് ഈസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. നിങ്ങൾ കഴിഞ്ഞ +1 +2 ക്ലാസ്സുകളിൽ ദ സെറ്റ്സ് ആൻഡ് റിലേഷൻ എന്ന ചാപ്റ്ററിൽ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 4 സെറ്റ്സുകളാണെങ്കിൽ ദറ്റ് ഈസ് എ ബി സി ഡി എന്നാൽ നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി യൂണിയൻ ഡി എന്നാണ് ഡെഫിനിഷൻ. ദറ്റ് ഈസ് number of A plus number of B plus number of C plus number of D minus number of A intersection B minus number of A intersection B minus number of A intersection C minus number of A intersection D. നെക്സ്റ്റ് മൈനസ് നമ്പർ ഓഫ് എയും ബാക്കിയുള്ള സെറ്റുമുള്ള എല്ലാ കോമൺ എലമെൻസിനെയും നമ്മൾ മൈനസ് ചെയ്തു. നെക്സ്റ്റ് ബിയും ബാക്കിയുള്ള എല്ലാ സെറ്റുകളും നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ സി ആണ്, സോറി ബി ഇൻ്റർസെക്ഷൻ എ ആണ്. ഓക്കെ, ഈ ഇൻ്റർസെക്ഷൻ എന്ന ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ബാക്കി B intersection C, number of B intersection C minus number of B intersection D minus next number of C intersection D. അല്ലേ? ഫസ്റ്റ് സിംഗിൾ സെറ്റിലെ എലമെൻറ്റ്സ് ആഡ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? 2 സെറ്റുകളിലെ കോമൺ എലമെൻസിനെ ഏത് 2 സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിലെ കോമൺ എലമെൻസിനെ നമ്മൾ മൈനസ് ചെയ്തു. നെക്സ്റ്റ് പ്ലസ് ഇനി 3 സെറ്റ് എടുക്കുക. 3 സെറ്റുകളെടുത്ത് അതിലെ കോമൺ എലമെൻസിനെ ആഡ് ചെയ്യണം. ദറ്റ് ഈസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. നെക്സ്റ്റ് പ്ലസ് നമ്പർ ഓഫ് എ ബി സി എടുത്തു. നെക്സ്റ്റ് എ ബി ഡി. നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ ഡി. നെക്സ്റ്റ് പ്ലസ് നമ്പർ ഓഫ് ഇനി ഏതൊക്കെ സെറ്റ്സ് ഉണ്ട്? എ ബി സി എടുത്തു, എ ബി ഡി. നെക്സ്റ്റ് ബി സി ഡി. നെക്സ്റ്റ് എ സി ഡി. ഇനിയുണ്ടോ? 4 കളക്ഷനായി അല്ലേ? നമുക്കറിയാം എ ബി സി ഡി ഇതിലെ 3 സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? ദറ്റ് ഈസ് എ, ദറ്റ് ഈസ് 4C3.
4C3 തന്നെയാണിത് 4C1 അല്ലേ, ദാറ്റ്സ് ഈക്വൽ ടു 4. അപ്പോൾ 4 സെറ്റ്സ് ആയി അല്ലേ. ദറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ ഡി. നെക്സ്റ്റ് നമ്പർ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി. നെക്സ്റ്റ് മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ അല്ലേ. നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി യൂണിയൻ ഡി, 4 സെറ്റുകളാണെങ്കിൽ ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം. ദറ്റ് ഈസ് നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി യൂണിയൻ എക്സെട്ര കെ ഈക്വൽ ടു, ഫസ്റ്റ് എന്ത് ചെയ്യാം, സിംഗിൾ സെറ്റ്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. ദറ്റ് ഈസ് നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നെക്സ്റ്റ് ഇതിലെ ഏത് 2 സെറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിലെ കോമൺ എലമെൻറ്റ്സിനെ കംപ്ലീറ്റ് മൈനസ് ചെയ്യണം. നെക്സ്റ്റ് ഇതിലെ 3 സെറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിലെ കോമൺ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. ഓൾട്ടർനേറ്റിംഗ് പ്ലസ് ആഡ് ചെയ്യുക, നെക്സ്റ്റ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് എന്ത് ചെയ്യുക, കോമൺ എലമെൻറ്റ്സ്, എല്ലാ സെറ്റിലുള്ള കോമൺ എലമെൻറ്റ്സിനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക. ഓക്കെ, അത് നമ്പർ ഓഫ് സെറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും ലാസ്റ്റ് ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രിൻസിപ്പിളിലേക്ക് വരാം. ദറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂഷൻ. കൺസിഡർ എ സെറ്റ് ക്യാപിറ്റൽ എസ് വിത്ത് മോഡ് എസ്, ദറ്റ് ഈസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് equal to capital N and the condition I vary from 1 to t, each of which may be satisfied by some of the elements of S. The number of elements of S satisfy none of the following, none of the conditions Ci 1 less than or equal to I less than or equal to t is denoted by n bar. That is n bar equal to n minus n of C1 plus n of C2 plus etc. n of Ct plus n of C1 C2 plus n of C1 C3 plus etc. n of C1 Ct plus n of C2 C3 C2 C4 etc. C2 Ct plus etc. n of Ct minus 1 Ct minus n of C1 C2 C3 plus n of C1 C2 C4 plus etc. Last term minus 1 whole power t n of C1 C2 C3 etc. Ct. എന്താണ് പറയുന്നത് തിയറം? ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ തിയറം. കൺസിഡർ എ സെറ്റ് എസ്. എസ് എന്നൊരു സെറ്റ് നമ്മൾ എടുത്തു. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് എടുത്തു. അതിലെ എലമെൻറ്റ്സ് സം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, എല്ലാ എലമെൻറ്റ്സും നമ്മൾ എടുക്കുന്നില്ല, അതിലെ ചില എലമെൻറ്റ്സ് നമ്മൾ പറയുന്ന കണ്ടീഷൻ, ആ കണ്ടീഷൻസാണ് ഇവിടെ C1 C2 C3 എക്സെട്ര Ct. ടി കണ്ടീഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ എസ് എന്ന സെറ്റിലെ സം എലമെൻറ്റ്സ് ഇതിലെ സം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാം, ഇല്ലാതിരിക്കാം. ഓക്കെ, ഒരു ഫസ്റ്റ് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻ്റ് ഒരു പക്ഷേ C1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ C2 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ചിലപ്പോൾ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ എസ് എന്ന സെറ്റിലെ എലമെൻറ്റ്സ് ഇതിലെ സം കണ്ടീഷൻ മേ ബി സാറ്റിസ്ഫൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് വിച്ച് ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി കണ്ടീഷൻ ദാറ്റ് ഈക്വൽ ടു, എൻ ബാർ ഡിനോട്ട് ചെയ്യണത് എന്താണ്? ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് എടുത്തു, ആ സെറ്റിൽ സം കണ്ടീഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിലെ എലമെൻറ്റ്സ് ഒരു പക്ഷേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം, ചില എലമെൻറ്റ്സ് ചിലത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, മറ്റുള്ളത് ഒരു എലമെൻറ്റ്സും ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത എലമെൻറ്റ്സും ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ് വിച്ച് സാറ്റിസ്ഫൈ നൺ ഓഫ് ദി കണ്ടീഷൻ Ci, അതാണ് എൻ ബാർ. ഓക്കെ, ഇനി എങ്ങനെ എൻ ബാർ കണ്ടുപിടിക്കുന്നതാണ്? ദാറ്റ് ഈസ് എൻ ബാർ ഈക്വൽ ടു
എൻ മൈനസ് ടോട്ടൽ നമ്പറിൽ നിന്ന് എസ്സിലെ ടോട്ടൽ നമ്പറിൽ നിന്ന് തൊട്ട് മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ, അതേപോലെ ഫസ്റ്റ് എൻ ഓഫ് സി പറഞ്ഞാൽ C1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ്, എൻ ഓഫ് C2 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ C1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സിനെ എ എന്ന സെറ്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തു. C2 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സിനെ ബി എന്ന സെറ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി. ഓക്കെ, അതേപോലെ നമ്പർ ഓഫ് ടി എന്നുള്ള സെറ്റിനെ, ടി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റിനെ ടി എന്ന സെറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്പർ ഓഫ് C1, നമ്പർ ഓഫ് C2 എക്സെട്രാ നമ്പർ ഓഫ് CT. എന്താണ് നമ്പർ ഓഫ് C1, C2? ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ചില എലമെൻറ്റ്സ് ആദ്യത്തെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. അങ്ങനത്തെ എലമെൻറ്റ്സ് ആണെന്ത്, അങ്ങനത്തെ എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ് കൗണ്ടാണെന്ത് നമ്പർ ഓഫ് C1, C2. ദാറ്റ് ഈസ് നമ്പർ ഓഫ് C1, C2 പറഞ്ഞാൽ ഫസ്റ്റ് ടു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ എൻ ഓഫ് C1, C3 ഫസ്റ്റ് ആൻഡ് തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ദെയർഫോർ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത എലമെൻറ്റ്സിൻ്റെ എണ്ണം ദാറ്റ് ഈസ് n bar ഈക്വൽ ടു n മൈനസ് n ഓഫ് C1 പ്ലസ് n ഓഫ് C2 പ്ലസ് എക്സെട്രാ n ഓഫ് CT പ്ലസ് ഇവിടെ മൈനസ് ആണ്, നെക്സ്റ്റ് പ്ലസ്. ഇതിൽ ഏത് രണ്ട് കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാലും അതിൽ ഇൻ്റർസെക്ഷൻ വരുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ഈസ് C1, C2, C1, C3 അങ്ങനെ C1 വരുന്ന എല്ലാം C1നോട് ജോയിൻ ചെയ്ത എല്ലാ സെറ്റുകളും ദാറ്റ് ഈസ് ലാസ്റ്റ് C1, CT. നെക്സ്റ്റ് അടുത്തത് C2, C3, C2, C4 ലാസ്റ്റ് C2, CT. ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സെറ്റ് എന്തായിരിക്കും CT മൈനസ് 1 CT അല്ലേ. അപ്പോൾ ഈ C1, C2 എക്സെട്രാ CTയിലെ ഇതിലെ ഏത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണ്? അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഇതിലെ സിംഗിൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, രണ്ടാമത്തേത് ഇതിലെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, നെക്സ്റ്റ് മൂന്നാമത്തെ ഇതിലെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സ്. ഓക്കെ, അങ്ങനെ എല്ലാം തൊട്ടുമുന്നേ നമ്മൾ സെറ്റിൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ അങ്ങനെ എല്ലാ കോമ്പിനേഷനും എടുത്ത് അതെല്ലാം ആൾട്ടർനേറ്റീവ് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് മൈനസ് ആണ് n മൈനസ് ടോട്ടൽ നമ്പറിൽ നിന്ന് ഈ സെറ്റ് മൈനസ് ചെയ്യുക, നെക്സ്റ്റ് സെറ്റ് ആഡ് ചെയ്യുക, നെക്സ്റ്റ് സെറ്റ് മൈനസ് ചെയ്യുക എക്സെട്രാ. ലാസ്റ്റ് സെറ്റ് എന്തിനെ, ടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. ദാറ്റ് ഈസ് -1 ഓൾ പവർ ടി n ഓഫ് C1, C2, C3 എക്സെട്രാ CT. ഇത് പറഞ്ഞാൽ എന്താണ്, എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സ്. ദാറ്റ് ഈസ് എന്നിൽ നിന്ന് ഇത്രയും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതാണ് ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എസ് എന്ന സെറ്റിൽ n എലമെൻറ്റ്സും രണ്ട് കണ്ടീഷനുമാണെങ്കിൽ ദാറ്റ് ഈസ് C1, C2 നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിച്ച് ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി കണ്ടീഷൻ C1, C2 എന്തായിരിക്കും n bar ഈക്വൽ ടു n മൈനസ് നെക്സ്റ്റ് n മൈനസ് n ഓഫ് C1 പ്ലസ് n ഓഫ് C2 നെക്സ്റ്റ് പ്ലസ് n ഓഫ് C1 C2 n ഓഫ് C1 C2. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ അല്ലേ, രണ്ടെണ്ണാണെങ്കിൽ ഇതോടെ കഴിഞ്ഞു. നെക്സ്റ്റ് 3 കണ്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലോ, ആ സെറ്റിൽ 3 കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് n bar പറഞ്ഞാൽ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ഈസ് n bar ഈക്വൽ ടു n മൈനസ് n ഓഫ് C1 പ്ലസ് n ഓഫ് C2 പ്ലസ് n ഓഫ് C3 നെക്സ്റ്റ് മൈനസ് പ്ലസ് അല്ലേ, പ്ലസ് മൈനസ് നെക്സ്റ്റ് പ്ലസ് n ഓഫ് C1, C2 പ്ലസ് n ഓഫ് C1, C3 പ്ലസ് n ഓഫ് C2, C3 നെക്സ്റ്റ് മൈനസ് n ഓഫ് C1, C2, C3. ഓക്കെ, നാലെണ്ണാണെങ്കിലോ
എൻ ഓഫ് സി വൺ 4 കണ്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും എൻ മൈനസ് എൻ ഓഫ് സി വൺ സി ടു സി ത്രീ പ്ലസ് ഒന്നും കൂടി വരും എൻ ഓഫ് സി ഫോർ. ഇവിടെയും എന്ത് വരും എൻ ഓഫ് സി വൺ സി ടു പ്ലസ് എൻ ഓഫ് സി വൺ സി ത്രീ പ്ലസ് ഒരു എലമെൻറ്റ് കൂടി ഇവിടെ വരും എൻ ഓഫ് സി വൺ സി ഫോർ വരും. നെക്സ്റ്റ് എൻ ഓഫ് സി ടു സി ത്രീ. നെക്സ്റ്റ് വീണ്ടും ഒരു എലമെൻറ്റും കൂടി വരും എൻ ഓഫ് സി ടു സി ഫോർ പ്ലസ് ലാസ്റ്റ് എലമെൻറ്റ് എൻ ഓഫ് സി ത്രീ സി ഫോർ അല്ലേ. 4 എലമെൻറ്റ്സ് വരികയാണെങ്കിൽ ഓക്കെ സോറി 3 എലമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ 4 എലമെൻറ്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും എൻ ഓഫ് സി ഫോറും കൂടി വരും. നെക്സ്റ്റ് ലാസ്റ്റ് എന്തായിരിക്കും എൻ ഓഫ് ഇവിടെ 2 കണ്ടീഷനാണ്. നെക്സ്റ്റ് എൻ ഓഫ് 3 കണ്ടീഷൻസ് വരുന്നത് എൻ ഓഫ് സി വൺ സി ടു സി ത്രീ പ്ലസ് ഇവിടെ അല്ലേ മൈനസ് പ്ലസ് നെക്സ്റ്റ് ഗ്രൂപ്പ് മൈനസ് ആണ്. ദാറ്റ് ഈസ് എൻ ഓഫ് സി വൺ സി ടു സി ത്രീ. നെക്സ്റ്റ് എൻ ഓഫ് സി വൺ സി ത്രീ സി ഫോർ. നെക്സ്റ്റ് എൻ ഓഫ് സി ടു സി ത്രീ സി ഫോർ. നെക്സ്റ്റ് എൻ ഓഫ് ഒരു സെറ്റും കൂടി ഉണ്ടായിരിക്കും അല്ലേ. നെക്സ്റ്റ് ലാസ്റ്റ് എൻ ഓഫ് സി വൺ സി ടു സി ത്രീ സി ഫോർ. ഇപ്പോൾ ജനറൽ കേസാണ് നമ്മൾ ആ ഡെഫിനേഷനിൽ നമ്മൾ ആ പ്രിൻസിപ്പിളിൽ ഡിഫൈൻ ചെയ്ത്. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാം. How many positive integers not exceed in 10 that are not divisible by 2 over 3? ക്വസ്റ്റ്യൻ ഇതായിരുന്നു 10നേക്കാൾ താഴെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എലമെൻറ്റ്സ് 2നോടും അല്ലെങ്കിൽ 3നോടോ ഡിവിസിബിൾ അല്ലാത്ത എത്ര നമ്പേഴ്സ് ഉണ്ട് ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ഇവിടെ എസ് എന്താണ് എസ് ഈക്വൽ ടു ദ സെറ്റ് 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഇനി ഇതിലെ 2നോട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ദാറ്റ് ഈസ് 2 4 6 8 10. നെക്സ്റ്റ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ദാറ്റ് ഈസ് 3 6 9 അല്ലേ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്വസ്റ്റ്യൻ എന്താണ് how many positive integers not exceed in 10 that are not divisible by 2 or 3. that is ഏതൊക്കെയായിരുന്നു ആ നമ്പേഴ്സ് that is 1 നെക്സ്റ്റ് 5 നെക്സ്റ്റ് 7 അല്ലേ. കംപ്ലീറ്റ് ആയി. ആൻസർ എത്രയാണ് 3 ആണ്. ഓക്കെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് എങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ 2 കണ്ടീഷൻ ഡിഫൈൻ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ സി വൺ ഡിഫൈൻ ചെയ്യണത് ഇതിലെ എലമെൻറ്റ്സ് 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യുന്ന ദാറ്റ് ഈസ് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ്. സി ടു 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ്. ദാറ്റ് ഈസ് എൻ ഓഫ് സി വൺ. എൻ ഓഫ് സി വൺ പറഞ്ഞു കഴിഞ്ഞാൽ സി വൺ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട് ഇതാണ് എൻ ഓഫ് സി വൺ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോട്ട് ഡിവിസിബിൾ ആണ് അല്ലേ. നോട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കും. ഓക്കെ ദാറ്റ് ഈസ് എൻ ഓഫ് സി വൺ ഈക്വൽ ടു 1 2 3 4 5. നെക്സ്റ്റ് എൻ ഓഫ് സി ടു എന്ന കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന എലമെൻറ്റ്. എന്താണ് സി ടു കണ്ടീഷൻ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എലമെൻറ്റ്. ദാറ്റ് ഈസ് എൻ ഓഫ് സി ടു ദാറ്റ് ഈസ് 6 3 അല്ലേ 3. ഇനി കണ്ടുപിടിക്കേണ്ടതാണ് എൻ ബാർ അഥവാ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത. 2 കൊണ്ടും ഹരിക്കാൻ പറ്റരുത് 3 കൊണ്ടും ഹരിക്കാൻ പറ്റരുത്. അതാണ് എൻ ബാർ അല്ലേ. ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തത്. ദാറ്റ് ഈസ് എന്തായിരുന്നു ഇക്വേഷൻ ഇതായിരുന്നു എൻ മൈനസ് എൻ ഓഫ് സി വൺ പ്ലസ് എൻ ഓഫ് സി ടു പ്ലസ് എൻ ഓഫ് സി വൺ സി ടു. നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് എൻ ഈക്വൽ ടു 10 അല്ലേ. 10 മൈനസ് നെക്സ്റ്റ് എൻ ഓഫ് സി വൺ 5 പ്ലസ് എൻ ഓഫ് സി ടു 3 നെക്സ്റ്റ് പ്ലസ് എൻ ഓഫ് സി വൺ സി ടു അഥവാ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ദാറ്റ് ഈസ് 6 അല്ലേ. എത്ര ഉണ്ട് 2 കണ്ടീഷനും 2 കൊണ്ട് ഹരിക്കാൻ പറ്റണം 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം. ദാറ്റ് ഈസ് 6 ആയിരുന്നു അല്ലേ. ദാറ്റ് ഈസ് 1 എൻ ഓഫ് C1 C2 that is 1 that equal to 10 minus 8 plus 1 that equal to 10 minus 7 that's equal to 3
അല്ലേ? ഇത് തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് 2 മെത്തേഡിലും ചെയ്തു തന്നുള്ളൂ. ഒന്ന് സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ മെത്തേഡ്, രണ്ടാമത്തേത് ഈ ഇക്വേഷൻ വെച്ച്, ഈ പ്രിൻസിപ്പിൾ വെച്ച്, ദാറ്റ്സ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടീഷൻ ഡിഫൈൻ ചെയ്യാം? എന്താണോ n ബാർ പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ C1 C2 നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ നെഗേഷൻ ആയിരിക്കണം. അഥവാ നോട്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ എണ്ണാണ് C1. അപ്പോൾ C1 C2 C3 ഇതെല്ലാം എന്തായിരിക്കും, ക്വസ്റ്റ്യനിൽ എന്താണോ അതിൻ്റെ നേരെ റിവേഴ്സിൽ, നേരെ നെഗേഷൻ ആയിരിക്കും ഈ കണ്ടീഷൻസ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നോട്ട് ഡിവിസിബിൾ ആണെങ്കിൽ C1 C2 C3 ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോ, how many positive integers not exceed in 10 that are divisible by 2 or 3? Divisible by 2 or 3 അങ്ങനെയാണെങ്കിൽ നമ്മൾ C1 എന്തായിരിക്കണം, നോട്ട് ഡിവിസിബിൾ ബൈ 2 and നോട്ട് ഡിവിസിബിൾ ബൈ 3. ഓക്കെ, ഇവിടെ നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിവിസിബിൾ വരിക, ഇവിടെ ഡിവിസിബിൾ ആണെങ്കിൽ ഇവിടെ നോട്ട് ഡിവിസിബിൾ, കണ്ടീഷനിൽ നോട്ട് ഡിവിസിബിൾ വെക്കുക. ഓക്കെ, ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, how many positive integer not exceed in 500 that are divisible by 7 or 11? തൊട്ട് മുന്നേ നോട്ട് ഡിവിസിബിൾ ആയിരുന്നു, പക്ഷേ ഇവിടെ ഡിവിസിബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? C1 C2 ഡിവിസിബിൾ ബൈ 7 or 11. അപ്പോൾ നമ്മൾ C1 കണ്ടീഷൻ ഡിഫൈൻ ചെയ്യണത് the elements not divisible by 7, not divisible by 7. Okay, next second condition, the elements are not divisible by 11. Okay, അപ്പോൾ 1 മുതൽ 500 വരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഴുതി കണ്ടുപിടിക്കുക പ്രായോഗികമല്ല അല്ലേ. 1 2 3 4 എക്സെട്ര 100 എക്സെട്ര 500 ഇതിൻ്റെ ഇടയിലുള്ള എലമെൻസിനെ എടുത്ത് അത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണേണോ 7 കൊണ്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണേണോ അല്ലെങ്കിൽ ചെയ്യാത്തതാണോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വേറെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും? 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, 500 ഡിവൈഡഡ് ബൈ 7 ഇത് എത്രയാണോ അതായിരിക്കും. ഓക്കെ, എന്താണ് 500 ഡിവൈഡ് ബൈ 7 കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 500 ഡിവൈഡ് ബൈ 7 ദാറ്റ് ഈക്വൽ ടു 71 പോയിൻറ്റ് സംതിങ് അല്ലേ. ഇതിലെ ഇൻറ്റിജർ പാർട്ട് നിങ്ങൾ എടുക്കുക 71. അപ്പോൾ 1 മുതൽ 500 വരെ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം 71. അങ്ങനെയാണെങ്കിൽ 77 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്തായിരിക്കും? 500 മൈനസ് 71 ദാറ്റ് ഈസ് 500 മൈനസ് 71 ദാറ്റ് ഈക്വൽ ടു 429 അല്ലേ. ദാറ്റ് ഈസ് n ഓഫ് C1 ആണ്, ആണ് 429. ഓക്കെ, നെക്സ്റ്റ് n ഓഫ് C2 that is 500 minus 500 divided by 11 അതിലെ ഇൻറ്റിജർ പാർട്ട് പറഞ്ഞാൽ ലോവസ്റ്റ് ഇൻറ്റിജർ പാർട്ട് അല്ലേ. എന്താ ഫ്ലോർ ഫംഗ്ഷൻ എടുക്കാം അല്ലേ. എന്താ ഫ്ലോർ ഫംഗ്ഷൻ 3.1 വന്നു കഴിഞ്ഞാൽ അതിലെ 3 എടുക്കണം. 2.9 വന്നിട്ടുണ്ടെങ്കിൽ അതിലെ 2. ഇതാണ് ഫ്ലോർ ഫംഗ്ഷൻ അല്ലേ. ദാറ്റ് ഈസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 3.1 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇവിടെ 500 ഡിവൈഡ് ബൈ 11 ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഇൻറ്റിജർ പാർട്ട് എടുക്കുക. അതിന് പകരം നമുക്ക് എങ്ങനെ പറയാം, 500 ഡിവൈഡ് ബൈ 11 ഇതിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് എന്തായിരിക്കും 500 ഡിവൈഡ് ബൈ 11 ദാറ്റ് ഈസ് 45 പോയിൻറ്റ്. അതിലെ ഫ്ലോർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 45 ദാറ്റ് ഈസ് 500 മൈനസ് 45 ദാറ്റ് ഈക്വൽ ടു 455. ഇനി എങ്ങനെ n ഓഫ് C1 C2 കണ്ടുപിടിക്കും? എന്താണ് C1 C2? 7 കൊണ്ടും ഡിവൈഡ് ചെയ്യരുത്, 11 കൊണ്ടും ഡിവൈഡ് ചെയ്യരുത്. ഇത് രണ്ടിൻ്റെയും ഈ രണ്ട്
എലമെൻസിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിൻ്റെ എണ്ണം. എങ്ങനെ ചെയ്യാം? ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് 7 കൊണ്ടും 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എടുക്കും. അതാണെന്ത്? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് LCM ഓഫ് 7 ആൻഡ് 11 കണ്ടുപിടിക്കാം. എന്താണ് LCM? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ദാറ്റ് ഈസ് LCM ഓഫ് 7, 11 ദാറ്റ്സ് ഈക്വൽ ടു 77. ദാറ്റ് ഈസ് 500 ഡിവൈഡ് ബൈ 77 ദാറ്റ് ഈക്വൽ ടു എത്രയായിരിക്കും? കാൽക്കുലേറ്റ് എടുക്കാം. ദാറ്റ് ഈസ് 500 ഡിവൈഡ് ബൈ 77 അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് ദാറ്റ് ഈസ് 6. അപ്പോൾ രണ്ടും കൊണ്ട് 7 കൊണ്ടും 11 കൊണ്ടും ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സാണ് 6. അങ്ങനെയാണെങ്കിൽ ഇതിനെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് 500 മൈനസ് 6 ദാറ്റ്സ് ഈക്വൽ ടു 494. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? n bar, that is n bar equal to n minus n of c1 plus n of c2 plus n of c1 c2. Just add ചെയ്യാം. That is 500 minus n of c1. n of c1 എത്രയായിരുന്നു? 429 plus next 455 next plus 494. Final answer 1110. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.